ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഞങ്ങളും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നു. പിന്നെ എനിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് നിങ്ങളോട് പറയാനായിട്ട്, വലിയൊരു താങ്ക്സ്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ, 1% പോലും പ്രതീക്ഷയില്ലാതെ ഏകദേശം ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയതാണ് അവർ ഫാമിലി വ്ളോഗ്സ് എന്ന പേര് കൊടുത്ത് ഈ ഒരു യൂട്യൂബ് ചാനൽ. എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബർ തൊട്ടതാണ്ട് ഈ നിമിഷം നിൽക്കുന്ന ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം ഈ നിമിഷം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും, ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങളോടൊക്കെ എത്ര പറഞ്ഞാലും അറിയാത്ത ഒരുപാട് കടപ്പെട്ടവരാണ് ഞങ്ങളെന്നും. എന്താ പറയുക, എന്നാലും ഞാൻ പ്രതീക്ഷിക്കാറ് നമ്മുടെ ചാനൽ നോക്കിയപ്പോഴത്തേക്കും അതിൽ അഡ്വർടൈസ്മെൻറ്റ് വന്നു തുടങ്ങി. അദ്ദേഹം പറഞ്ഞ ഓരോ ചെറിയ കുഞ്ഞു സ്റ്റെപ്പാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി ഭയങ്കര എന്താ പറയുക, എനിക്ക് എന്നോട് വല്ലാത്ത ഒരു റെസ്പെക്റ്റ് തോന്നുന്നു. വല്ലാത്ത എന്താ പറയുക, ഒന്നും ചെറിയ നേട്ടമാണെങ്കിൽ പോലും, ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും എനിക്കത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാതെ വേറെ ആരുമായിട്ടാണ് ഞാൻ പങ്കുവെക്കുക. ഈ ഒരു സമയം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ മുമ്പിൽ വന്നാൽ ഇതിലേത് തിരഞ്ഞെടുക്കുമെന്ന് ചിന്തിക്കുക. 1 പരാജയം, 2 കീഴടങ്ങുക. നമ്മൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോഴേ തോന്നും, ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ വിശദമായിട്ട് ഒരല്പം മനസ്സിരുത്തി നമ്മളൊന്ന് ആലോചിച്ചാൽ രണ്ടും രണ്ടാണ്. പരാജയം എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും ജീവിതത്തിൽ വിജയം ഉണ്ടാകണമെന്നില്ല, എപ്പോഴും നമുക്ക് മുന്നേറ്റങ്ങൾ മാത്രം ഉണ്ടാകണമെന്നില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ പരാജയങ്ങളും കൂടെ നമ്മൾ ഏറ്റുവാങ്ങണം. പരാജയപ്പെട്ടവർക്ക് മാത്രമേ വിജയത്തിൻ്റെ ലഹരി, വിജയത്തിൻ്റെ ആ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അനുഭവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനൊരു കഥ പറയാം. ഒരിക്കലൊരു രാജാവ് തൻ്റെ സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടി യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ യുദ്ധം തുടങ്ങി. പക്ഷേ ആ രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും അടുത്തൊരു യുദ്ധമുണ്ടായി. അതിനും അദ്ദേഹം പുറപ്പെട്ടു. പക്ഷേ അതിലും അദ്ദേഹത്തിന് പരാജയം വരുന്നു. ഇങ്ങനെ അടിക്കടി ഉണ്ടായ പരാജയം അദ്ദേഹത്തിന് നേരിട്ടപ്പോഴത്തേക്കും അദ്ദേഹം സൈനികമായിട്ടും എന്താ പറയുക, അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തെയൊക്കെ ഇത് ബാധിച്ചു. അദ്ദേഹത്തിന് വല്ലാത്ത ഒരു എന്താ പറയുക, തന്നെ കൊണ്ടൊന്നും താൻ ഒരു കഴിവില്ലാത്തൊരു രാജാവാണ്, തൻ്റെ പ്രജകളെ പോലും തൻ്റെ രാജ്യത്തെ പോലും സംരക്ഷിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല, സ്വന്തം ജീവൻ പോലും സംരക്ഷിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന അപകർഷതാബോധത്തോടു കൂടി അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ മുറിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആ റൂമിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് പോയി. അവിടെ കണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു ചിലന്തി അതിൻ്റെ വല കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാറ്റ് വീശുന്നു, വല പൊട്ടുന്നു. ചിലന്തി വീണ്ടും കെട്ടുന്നു, വീണ്ടും കാറ്റ് വീശുന്നു. അത് കെട്ടി വരുന്ന ആ ഒരു ഭംഗി അതിന് നഷ്ടപ്പെടുന്നു. അതിന് വീണ്ടും ഒന്നേന്നും പറഞ്ഞ് അതിൻ്റെ ജോലി ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നു. കുറേ സമയം അത് പരാജയപ്പെടുന്നു, അത് വീണ്ടും ചെയ്യുന്നു, പരാജയപ്പെടുന്നു, വീണ്ടും ചെയ്യുന്നു. അത് എന്താ പറയുക, അത് കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല. സാഹചര്യം പ്രതികൂലമായിരുന്നിട്ട് കൂടി അത് കീഴടക്കാൻ തയ്യാറാണ്. തോൽവി സമ്മതിക്കുന്നു, എനിക്ക് തോൽവിയുണ്ട്, പക്ഷെ ഞാൻ കീഴടങ്ങുന്നില്ല. അത് വീണ്ടും ശ്രമിക്കുന്നു. കുറേ നേരം അത് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അത് അതിൻ്റെ ജോലി പൂർത്തിയാക്കി. ചിലന്തി അതിൻ്റെ വല നെയ്തു തീർത്തു. അപ്പോൾ രാജാവ് കുറേ നേരം അത് ശ്രദ്ധിച്ചപ്പോൾ രാജാവിന് മനസ്സിലായി, ഇത്രയും വളരെ നിസ്സാരമായ ഒരു ജോലി ചെയ്തിട്ട് പോലും അത് കീഴടങ്ങാൻ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് പരാജയപ്പെട്ടു. ശരി തന്നെയാണ്, ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ടു. പക്ഷെ അത് കീഴടങ്ങാൻ, തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല, എന്നേക്കുമായിട്ട് തോൽക്കാൻ തയ്യാറായില്ല. താൽക്കാലിക പരാജയങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ പരാജയത്തിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ആ ചിലന്തി ശ്രമിച്ച ആ ഒരു ശ്രമം പോലും താൻ എന്തുകൊണ്ട് നടത്തുന്നില്ല? ഞാൻ എന്തിനാണ് പരാജയം സംഭവിക്കുമ്പോഴത്തേക്കും കീഴടങ്ങാൻ വേണ്ടി മാത്രം എൻ്റെ മനസ്സിനെയും എൻ്റെ സൈനികരെയും എൻ്റെ എന്താ പറയുക, എൻ്റെ രാജ്യത്തെ ആ ഒരു പ്രതാപത്തെയും ഞാൻ എന്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ കീഴടക്കണം?
അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ച് ജയിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ എന്തിന് എൻ്റെ ആത്മവിശ്വാസത്തെ കുറയ്ക്കണമെന്ന് ആ രാജാവ് ചിന്തിച്ചു. വീണ്ടും രാജാവ് യുദ്ധത്തിന് പുറപ്പെട്ടു. അന്ന് രാജാവിന് ഇതേവരെ ഇല്ലാതിരുന്ന ഒന്ന് രാജാവിനുണ്ട്: മനക്കരുത്. ഈ പ്രാവശ്യം ഞാൻ യുദ്ധത്തിൽ വിജയിക്കും. അതിനുള്ള ആസൂത്രണങ്ങളും തയ്യാറെടുപ്പുകളും പതിവിലും കൂടുതൽ ആർജവത്തോടുകൂടി തൻ്റെ കൂടെ നിൽക്കുന്ന സൈനികർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് രാജാവ് യുദ്ധത്തിന് പുറപ്പെട്ടു. ഇത്ര നാളില്ലാതിരുന്നതും എന്നാൽ ഇന്ന് ആ രാജാവിന് കൈമുതലുള്ളതും ആത്മവിശ്വാസമാണ്. പരാജയപ്പെട്ടാലും നമ്മൾ വീണ്ടും യുദ്ധത്തിൽ നമ്മൾ പങ്കെടുക്കും. ഇതിലും നല്ല ഉറച്ച വിശ്വാസത്തോടെ, ബോധ്യത്തോടെ, ആത്മവിശ്വാസത്തോടെ പൊരുതുമെന്ന് തൻ്റെ കൂടെയുള്ളവർക്ക് ആ രാജാവ് കൊടുത്ത ആ ഒരു ആത്മധൈര്യമാണ് ആ രാജാവിനെ യുദ്ധത്തിൽ വിജയിപ്പിച്ചത്. തിരിച്ച് രാജാവ് വന്ന് തൻ്റെ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞ ഒറ്റ വാക്കെന്ന് പറഞ്ഞാൽ, ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് കരുതി ഒന്നിനും മുന്നോട്ട് പോകരുത്. പരാജയങ്ങളുണ്ടാവും. പരാജയപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് എവിടെയാണ് എനിക്ക് പാളിച്ച പറ്റിയത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് പരാജയം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ഇനി എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഞാൻ ഇനി അങ്ങോട്ട് നോക്കുന്നേയില്ല. നമ്മളെ തന്നെയും പരാജയപ്പെടുത്തി നമ്മുടെ കഴിവുകളെയും നമ്മുടെ ആത്മവിശ്വാസത്തെ പോലും ഇല്ലാതെയാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ഇനി എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് അടിവരയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നമ്മൾ സീൽ ചെയ്ത് നമ്മൾ ചെയ്യാന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയാണ് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ. അപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടാം, സാരമില്ല, പരാജയപ്പെട്ടോട്ടെ. ഒന്നല്ല, 100 1000 10,000 ലക്ഷമല്ല, കോടിയല്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും പരാജയപ്പെട്ടോട്ടെ, ശ്രമിക്കുക. പക്ഷേ കീഴടങ്ങാൻ പാടില്ല. സാഹചര്യങ്ങളുടെ മുമ്പിലാണെങ്കിലും പ്രതിസന്ധികളുടെ മുമ്പിലാണെങ്കിലും നമ്മളെ നമ്മളെ ചവിട്ടുന്ന മണ്ണിൻ്റെ പോലും വില തരാത്തവരുടെ മുമ്പിൽ ഒരിക്കലും കീഴടങ്ങാൻ തയ്യാറാവരുത്. കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ, പുച്ഛിക്കുന്നവർ പുച്ഛിച്ചോട്ടെ. കാരണം അവരവരുടെ ഇതിൽ പോകുന്നേ. എൻ്റെ കഴിവുകളും എൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും എനിക്ക് മാത്രമാണ് ഈ ലോകത്ത് വ്യക്തമായിട്ട് അറിയാവുന്നത്. ഇനി എനിക്കൊരു പരാജയം ഉണ്ടായാൽ പോലും അതെന്ത് കാരണം കൊണ്ടാണ് എനിക്ക് പരാജയം ഉണ്ടായതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതും അത് പരിഹരിക്കാൻ പറ്റുന്നതും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതും ഈ ലോകത്ത് എനിക്ക് മാത്രമാണ്. വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്ത് തനിക്ക് പകരം താൻ മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ഈ ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്ക് പകരം വെക്കാൻ വേറൊരു വ്യക്തിയെ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് പരാജയങ്ങളുണ്ടാകുമ്പോൾ പരാജയങ്ങൾ ജീവിതത്തിൻ്റെ അവസാന വാക്കായിട്ട് കാണരുത്. അതേസമയം വിജയിക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കാണുക. ഒരു ചവിട്ടുപടി മാത്രമാണ് പരാജയം. അങ്ങനെ പരാജയപ്പെട്ട വ്യക്തിയിൽ നിന്നാണ് ദാണ്ട് ഇവിടെ വന്ന് ഞാൻ ഇരിക്കുന്നത്. മനസ്സിലായോ? ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോഴും ഞാൻ എന്നും ഓർക്കുന്നുണ്ട്. ഞാൻ ഇസ്രായേലിൽ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വല്ലാത്ത ഒരു വിജനമായ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണം? ഒന്നുമില്ല. വളരെ ശൂന്യമായ മനസ്സും ശൂന്യമായ കയ്യുമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കവിടെ പോകണം. കാരണം എന്ന് പറഞ്ഞാൽ എന്നും ഒരേ അവസ്ഥയിൽ ജീവിക്കാനായിട്ടും വളരെ ശോചനീയാവസ്ഥയിലൂടെ കടന്നു പോകാൻ ഈ ലോകത്ത് ഒരു വ്യക്തി ആഗ്രഹിക്കത്തില്ല. അതേ കണക്ക് തന്നെ ഞാനും ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടണം, എൻ്റെ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ വളർത്തണം, വളരെ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് എന്ത് ജോലി ചെയ്താലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഒരിക്കലും പരിഹരിക്കപ്പെടത്തില്ല. സോ ദൈവം ഒരവസരം തന്നപ്പോഴത്തേക്കും ദൈവത്തിൽ മുറുകെ വിശ്വസിച്ചു. ദൈവത്തോട് പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ: എൻ്റെ ബലഹീനതകളിൽ നീ എന്നെ ശക്തിപ്പെടുത്തണം. മനുഷ്യരാണ്, ബലഹീനതയുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, 4 ചുറ്റുമുള്ളവർ കുറ്റപ്പെടുത്തും. പക്ഷേ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഉറച്ച് വിശ്വസിക്കണോ? നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോഴും ഈ ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല. പരാജയപ്പെട്ടാൽ നമ്മൾ ഒരിക്കലും ഒരാളുടെ മുമ്പിലും അടിയറ പറയേണ്ടി വരത്തില്ല, കീഴടങ്ങേണ്ടി വരത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ മനുഷ്യരാരുടെ മുമ്പിലും ദൈവം നമ്മളെ കീഴ്പ്പെടുത്തത്തില്ല.
ദൈവത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ട് ജീവിക്കുക. മനുഷ്യരുടെ ആരുടെ മുമ്പിലും നമ്മുടെ സാഹചര്യങ്ങളുടെ മുമ്പിലും കീഴ്പ്പെടേണ്ട ആവശ്യം നമുക്കില്ല. സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പരാജയങ്ങളെ ഒരിക്കലും അവസാന വാക്കായിട്ട് കാണാതിരിക്കുക. അത് ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട്, ഒരു വഴിത്തിരിവായിട്ട് മാത്രം കാണുക. മുന്നോട്ട് പോവുക. വിജയം തീർച്ചയായിട്ടും എല്ലാവർക്കും കാത്തിരിപ്പുണ്ടായിരിക്കും. താങ്ക് യു.